ഹലോ. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംഭാരങ്ങളാണ്. സംഭാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭാരം, അതുപോലെ തന്നെ വേനൽക്കാലമൊക്കെ അല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സൂപ്പർ തണുത്ത സംഭാരം. അപ്പം ഇപ്പം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കക്കോള കുടിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക, ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പിള്ളേർക്ക് തണുപ്പ് ചൂട് വരുമ്പോഴത്തേക്ക് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാറായെന്ന് എനിക്ക് തോന്നണല്ലേ. ഇതിലോട്ട് തിരിച്ചു പോകേണ്ട സമയമായി നമ്മള്. നമ്മുടെ ഇപ്പൊ പല ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കാണുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഇതും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും. അപ്പൊ നമ്മള് പണ്ടത്തെ ഒരു സമയങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായിരുന്നു. നമുക്ക് പറ്റുന്ന രീതിയിൽ തിരിച്ചു പോവാൻ ശ്രമിക്കാം. അപ്പോൾ അതെന്താന്ന് കാണണ്ടേ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഹെർബൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതെന്താന്ന് നമുക്ക് കാണിച്ചു കാണണം. അപ്പൊ സംഭാരത്തിന്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണണ്ടേ. അപ്പൊ സംഭാരത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. നമ്മൾ ഹെർബൽ സംഭാരം ആദ്യം ഉണ്ടാക്കാൻ പോണ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതും പിന്നെ ഇലകളും കൂടെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നാരങ്ങയുടെ തളിര് ഇല, ചെറിയ ഇപ്പൊ ഉണ്ടായി വന്നേക്കണ ഇല 2 എടുത്തിട്ടുണ്ട്, മാവിന്റെ തളിരില എടുത്തിട്ടുണ്ട്, തുളസിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണ്. ഇത് എന്ന് പറയണത് ഇത് ഓപ്ഷണൽ ആണ്. ഇത് ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ നന്നായിട്ട് സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാ, അപ്പോൾ അത് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുവാണ് ഇൻഫർമേഷൻ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇലകളാണ് ഇതൊക്കെ. നല്ല മണമാണ് ഉണ്ടാക്കുമ്പോൾ, ഓരോണ്ടാക്കുമ്പോഴത്തേക്കും നല്ല മണം. അതിൻ്റെ കയ്പൊന്നും ഇല്ല കേട്ടോ, അധികം ഇടരുത്. പിന്നെ ഇതിൽ ഹെർബലിലെ ശരിക്കും പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി മതി കേട്ടോ, ഇഞ്ചി ചെറിയ കഷ്ണം, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, ജീരകം. അപ്പം അതൊക്കെ നമ്മുടെ എന്തോരം മോരുണ്ടാക്കണമെന്നുള്ള ആവശ്യത്തിന് അളവിലെടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ സംഭാരത്തിനുള്ള ഇൻഗ്രീഡിയൻറ്റ് തണുപ്പിന് വേണ്ടിയിട്ട് ഉപ്പ്, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല, പച്ചമുളക്, കറിവേപ്പില, ഇത് കുക്കുംബർ, അപ്പം വെള്ളരിക്ക. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കും കേട്ടോ. ഇല നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് മോരുണ്ടാക്കണേ, ഇത് അടിക്കില്ല മിക്സിയിൽ. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് വേണ്ടത് തൈര്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണ നമ്മുടെ ഹെർബൽ സംഭാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇലകൾ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറ്റി വയ്ക്കും. കാരണം തൈരിൻ്റെ കൂടെ ആ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ ഇലകളൊക്കെ ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആറിയതിന് ശേഷം ഈ വെള്ളമാണ് നമ്മൾ മോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വെള്ളം ആറാൻ വെച്ചേക്കുക. ആ സമയത്ത് നമുക്കിതാ നമ്മുടെ ഹെർബൽ മോരിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ മിക്സിയിൽ അടിക്കാം. അപ്പം ഞാൻ എല്ലാം കൂടെ ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോവുകയാണ്. എന്തൊക്കെയാണ്? ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഇട്ടു. ഇവിടുത്തെ ചെറിയ ഉള്ളി കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി മെനയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ചെറിയ ഉള്ളി വെച്ച് തിരികെ എന്ത് രസമായിരിക്കും. ഇത് ജീരകം, ഇഞ്ചി മാത്രമേ ഉള്ളൂ അല്ലേ? അത്ര മതി. നമ്മൾ ഒത്തിരി മോര് ഉണ്ടാക്കുന്നില്ല, അത് കാരണം എത്ര ഇഞ്ചി ഇട്ടത്. മോര് എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം. ഇത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം, ഇത് കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഉപ്പ് പിന്നെ ഇട്ടാലും മതി, അതിപ്പം ഇട്ടാലും കുഴപ്പമില്ല. അതെല്ലാം കൂടെ ഞാൻ മിക്സിയിൽ അടിച്ച് സെറ്റപ്പ് ആക്കും. എല്ലാ സംഭവങ്ങളും അടിച്ചു കൊണ്ടുവന്ന് നല്ല സെറ്റപ്പ് ഇട്ട സാധനങ്ങളെല്ലാം കൂടെ അടിച്ചേക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നറിയോ? ഇതിലോട്ട് നമ്മൾ തൈരിട്ട് ഒന്നോടെ അടിക്കും. തൈരൊന്നും ഉടയണ്ടേ, എല്ലാം കൂടെ ഒരുമിച്ച് വിടാം. ഞാൻ ഇങ്ങനെയാ ചെയ്യാറ്, ഒരുമിച്ചിടണമെങ്കിലും ഇടാം. ഞാൻ ജസ്റ്റ് തൈരിട്ടിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കും. തൈര് ഉടച്ചതാണല്ലോ മോര്, അതുകൊണ്ട് അത് മിക്സിയിലിട്ട് അടിക്കണം അല്ലേ? അതെ, ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് നമ്മൾ ആ ചൂടാറിയ വെള്ളമില്ലേ അതും എടുത്തോണ്ട് വന്ന് മിക്സ് ചെയ്യും. അത്രേ ഉള്ളൂ.
ഇത് അടിച്ച് വെച്ചേക്കണത് ഞാൻ മാറ്റി വെക്കുക, കാരണം മോരിന് എല്ലാം കൂടെ മിക്സ് ചെയ്യണത് അവസാനം മതിയാ, അത് ഫ്രഷ് ആയിട്ട് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ആ തൈരും കൂടെ ഇട്ട് മോരടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ സംഭാരത്തിനുള്ള സംഭവങ്ങൾ റെഡിയാക്കാണ്. അത് എന്ന് പറയുന്നത് നമ്മുടെ കൂൾനെസ്സിന് വേണ്ടിയിട്ട് അല്ലേ, വേനൽക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ അത് നമുക്ക് ആദ്യം ഇതിങ്ങനെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയിലോട്ട് ഇടുക. അതിട്ടു കറിവേപ്പില ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, ഉപ്പ്. അപ്പൊ ഇത്രയും സാധനം അതിനകത്ത് ഇട്ടു. ഞാൻ ഇത് എല്ലാം കൂടെ തൈരും കൂടെ ഇട്ടിട്ട് അടിക്കണം. ഇതിൽ കുറെ സ്പൈസസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്കിത് തൈരും കൂടെ ഇട്ടിട്ടങ്ങ് അടിക്കാം. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ അടിച്ചെടുത്ത സംഭാരാണ്. അതുപോലെ തന്നെ നേരത്തെ അടിച്ച ഹെർബൽ സംഭാരം, പിന്നെ ദേ ആ ഇലയൊക്കെ കിടന്നിട്ട് അതിൻ്റെ തിളപ്പിച്ച് ആറ്റിയ വെള്ളം. ഇതിനൊക്കെ നല്ല മണം, ആ നാരകത്തിൻ്റെ ഇലയുടെയും തുളസിയുടെയും ഒക്കെ നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോരിനും ആ മണം കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല അതിൽ ഊറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ആദ്യമേ നമ്മൾ നമ്മുടെ ഹെർബൽ സംഭാരത്തിൻ്റെ അതൊന്ന് മിക്സ് അടിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വെള്ളം ഞാൻ ഓൾറെഡി കുറച്ച് ഒഴിച്ചു. ഇനി കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് എടുക്കുവാണ്. പണ്ടൊക്കെ നമ്മുടെ പഴയ ആൾക്കാർ ഒരു സാധനം വെച്ച് ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനമില്ല, കടയണ സാധനം, മോര് കടയണ സാധനം, അത് നമുക്കില്ല. അപ്പൊ നമുക്ക് തൽക്കാലം സ്പൂൺ കൊണ്ട് കടയാം. ഓക്കെ, അത് റെഡിയായി. അത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കുക്കുംബറും കൊണ്ട് ഇട്ടുണ്ടാക്കിയ സംഭാരം. ഓൾറെഡി കുക്കുംബറിൽ വെള്ളമുള്ള ഒരു വെജിറ്റബിൾ ആ കുക്കുംബർ. അപ്പോൾ അത് തന്നെ അത്യാവശ്യം അതിൽ വെള്ളം ചേർന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് വെള്ളം, ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാലോ അച്ഛാ? പച്ചവെള്ളം ഉപയോഗിക്കണോ? ഈ വെള്ളം എന്തായാലും നമ്മൾ ബാക്കി വന്നാലും ഈ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ അച്ഛാ? ഇരുന്നോട്ടെ. ഇനി പച്ചവെള്ളം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഇത് ബാക്കി വന്നോട്ട് ഇതങ്ങ് ഒഴിക്കുക. പച്ചവെള്ളം ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. എന്തായാലും കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. അതിനും ഞാൻ കുറച്ച് ഉപ്പും കൂടെ. അപ്പൊ നമ്മുടെ രണ്ട് സംഭാരങ്ങളും ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതെന്താ? ഇത് കുക്കുംബർ. അപ്പൊ ഇതാണ് കുക്കുംബർ. ഇത് ഹെർബൽ. ഞാൻ കുക്കുംബർ വിളിക്കാൻ ഹെർബൽ വിളിച്ചോ? നമുക്ക് കുടിച്ച് നോക്കാം. അപ്പൊ ഇത് അവള് ഇപ്പൊ മാറ്റി സംഭവങ്ങൾ. അതുകൊണ്ട് ഇത് ഹെർബൽ ആയല്ലേ? ഹെർബൽ. അത് ഇതിന് ഹെൽത്തിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ? നല്ല എരിവാട്ടോ, നല്ല ടേസ്റ്റ് കുക്കുംബറിന്. അപ്പൊ സാർ ടേസ്റ്റ് ആണോ? സൂപ്പർ. ആക്ച്വലി നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ഫ്ലേവറാണ് അതിനകത്ത് പറഞ്ഞതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല എരിവ്, നല്ലൊരു സ്മൂത്ത്നെസ്, ഭയങ്കര സുഖം ആക്ച്വലി. ഇതൊക്കെ എന്താണ്, നമുക്ക് ഇത്രയൊക്കെ നല്ല സാധനങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് നടക്കണം എന്തിനാണ് നമ്മൾ ഓർക്കൂല്ലേ? ചില്ലുവിനോട് ഞാനിത് ജ്യൂസാന്ന് പറഞ്ഞാൽ കൊടുക്കണത്. അവള് കുടിക്കും. എരിവൊന്നും ഇടൂല, അല്ലാണ്ട് വെറുതെ കറിവേപ്പില ഉള്ളി ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. കുക്കുംബർ കുടിച്ചോ? അത് കുടിച്ചു നോക്കിയടാ. എരിവുണ്ട്, പക്ഷെ സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റ് ആണോ? ചില്ലുവിന് അവക്ക് ഇത്തിരി എരിവുണ്ട്. എന്നാ എരിവുണ്ടോ?
എരിവുണ്ടോ? എരിവുണ്ടോടി? വേണോ? വേണ്ടേ? എരിവുണ്ടോ? എരിവുണ്ടോ? എന്നാ ഈ വെള്ളം ഇത്തിരി കുടിച്ചോ. അവള് ഹെർബൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഇതിന്റെ ഈ വെള്ളം കണ്ടില്ല, തിളപ്പിച്ച വെള്ളം, അത് കുടിച്ചോണ്ടിരിക്കുക. അത് ഇഷ്ടായോ? ഇഷ്ടായോ? സൂപ്പറാണ്. സൂപ്പറാണോ? സൂപ്പർ. ഹെർബൽ ഏതാ? ഇത് നമ്മൾ ഇതിന്റെ സംഭാരം, കുക്കുംബറിന്റെ സംഭാരം. കുക്കുംബറിന്റെ സംഭാരം നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ചോറിൽ ഒഴിച്ച് കുടിക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മോര്. പക്ഷെ ഹെർബലിന്റെ ഉണ്ടല്ലോ, ഹെർബലിന്റെ സംഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ഡിഫറെന്റ് ടേസ്റ്റാ. സൂപ്പറാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, സൂപ്പറാ. എരിവുള്ളവർക്ക് ഇതുപോലെ ഇടാം. നല്ല എരിവുണ്ട് ഇതിനകത്ത്, എരിവുണ്ട്. പിന്നെ എരിവ് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കൂൾനെസ് ഇതിനകത്ത് വരും. അപ്പൊ അങ്ങനെ നമ്മുടെ സംഭാരങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ 2 സംഭാരങ്ങളും വളരെ നല്ല സംഭാരങ്ങളാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. കാരണം ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും താങ്ക് യു. ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇത് പറഞ്ഞ പോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നമ്മുടെ ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടും ഓരോ ആഴ്ചയിൽ നമ്മൾ വരുമ്പോ. അപ്പൊ keep on supporting us. Bye. Thanks a lot. Bye. Bye from Travel and Food Story. Bye bye.